കോൺസ്റ്റിറ്റ്യൂഷൻ നിയമാവലി നമ്മളെ അനുശാസിക്കുന്ന വർഷത്തിലൊരിക്കൽ പൂർണ്ണമായി 5 ദിനങ്ങൾ ധ്യാനിക്കണമെന്നത് ധ്യാനത്തെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു അനുശാസനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും ഒരു ധ്യാനം ക്രമീകരിക്കാൻ ശ്രമിക്കും. ഈ വർഷം ഒരു ധ്യാനത്തിന് പലരുടെയും പേരുകൾ ഞാൻ പലരോടും ആലോചിച്ചു. ആരെയാണ് നമുക്കൊരു ധ്യാനഗുരുവായിട്ട് ധ്യാനം സംസാരിക്കാൻ, പ്രസംഗിക്കാൻ, കൂടെ ധ്യാനിക്കാൻ കിട്ടുക എന്ന്. അങ്ങനെ പരിചിതരായ സ്നേഹിതരായ വേദികളോട് ചോദിച്ചതിൽ അനവധി പേര് എനിക്ക് നിർദ്ദേശിച്ച ഒരു പേരാണ് ബഹുമാനപ്പെട്ട ജോർജ് കുളങ്ങരേച്ചൻ. ഒരു ധ്യാന ഗുരു എന്നൊരു പേരിൽ ഞാൻ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന് നല്ല മിഷൻ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ജോർജിനെ വിളിച്ച് സംസാരിപ്പിക്കുന്നത് നല്ലതാണ് എന്നോട് ഏതാനും പേര് നിർദ്ദേശിച്ചു. നല്ല മിഷൻ എക്സ്പീരിയൻസ് ഉണ്ട് ബഹുമാനപ്പെട്ട ജോർജ് കുളങ്ങരേച്ചനെ പേര് കൊണ്ടോ അല്ലെങ്കിൽ ഇതര സർവീസസ് കൊണ്ടോ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. എന്നാലും ബിജനോർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് വൈദിക വിദ്യാർത്ഥികളുടെ റെക്ടറായിട്ട്, മാസ്റ്ററായിട്ട് നിരവധി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നാടുകളിൽ അദ്ദേഹം സേവനം ചെയ്തു എന്നതാണ്. നല്ലൊരു സ്നേഹിതനാണ്. ഞാൻ ഫിലോസഫി പഠിക്കും ധർമ്മരാമിലെത്തുമ്പോൾ ബഹുമാനപ്പെട്ട ജോർജ് കുളങ്ങരേച്ചൻ MPH കോഴ്സ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിഫൻസാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എന്നാൽ ചെറിയ പ്രായത്തിൽ എത്രമാത്രം ഞങ്ങളെ ആകർഷിച്ച ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ നല്ലൊരു സൗഹൃദം ഞാനും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു ചെറിയ സമൂഹത്തോട് പ്രൊവിൻസിലുള്ളവർക്ക് മുഴുവനുമാണ് ധ്യാനം. താല്പര്യമല്ലാത്ത സന്നദ്ധതയും താല്പര്യവും സൗകര്യവും ഉള്ളവരാണ് പങ്കെടുക്കുക. അത് പ്രൊവിൻസിലെ അംഗങ്ങളുടെ എണ്ണം ചെറുതായപ്പോൾ മറ്റു പ്രൊവിൻസുകളിൽ നിന്നും അറിയിച്ചു. അങ്ങനെ ഏതാനും പേരോട് നമ്മുടെ സമൂഹത്തിലേക്ക് പങ്കുചേർന്നിട്ടുണ്ട്. 26 പേര് അല്ലെങ്കിൽ 27 പേരായിരിക്കാം ധ്യാനത്തിൽ സംബന്ധിക്കാനുണ്ടാവുക. ഏതാനും പേര് നാളെ രാവിലെയാണ് എത്തിച്ചേരുക എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഓണാവധിക്കാലത്ത് സ്കൂളുകളിലും കോളേജിലും സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെ കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓണത്തിൻ്റെ അവധിക്കാലത്ത് ധ്യാനം സജ്ജീകരിച്ചത്. നമ്മളോട് കൂടെ ധ്യാനിക്കാനും നമ്മളോട് സംസാരിക്കാനും നല്ല ചിന്തകൾ, പ്രത്യേകിച്ച് മിഷൻ എക്സ്പീരിയൻസ് പങ്കുവെച്ചുകൊണ്ട് ദൈവിക പശ്ചാത്തലത്തിൽ, വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ നമുക്ക് നൽകുവാനും സന്നദ്ധനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് കുളങ്ങരേച്ചനെ ഞങ്ങളുടെ പ്രൊവിൻഷ്യലച്ചൻ്റെയും ഈ ബഹുമാനപ്പെട്ട വൈദികരുടെയും പേരിൽ ഏറ്റവും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടൈം ടേബിൾ എല്ലാവർക്കും നമ്മൾ അയച്ചു തന്നിരുന്നു. എന്തെങ്കിലും വ്യതിയാനങ്ങൾ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ചാൽ നമുക്കതിനനുസരിച്ച് മാറ്റം വരാം. ഒരു ചെറിയ ചേഞ്ച് അത് നിങ്ങൾക്ക് സന്നദ്ധതയെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ലിലിയ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് 9 മണിക്കാണ്. 8 മണിയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് 7 തൊട്ട് 8 വരെ ആരാധന. അതിനുശേഷം നമ്മൾ ഭക്ഷണത്തിന് പോകുന്നു. 9 മണിക്ക് നമ്മൾ ലിലിയ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെ 8:15 വരെയാണ്, 7 തൊട്ട് 8:15 വരെയാണ്. ലിലിയയോട് കൂടി സമാപിക്കുകയാണ്. പിന്നെ സമൂഹ പ്രാർത്ഥനകളില്ല. അതുകൊണ്ട് നമുക്കും അപ്രകാരം പോകണമോ അതോ ഇനി 9 മണിയോടുകൂടി ഫ്രീ ആവണ്ട, അല്ലെങ്കിൽ 9 മണിക്ക് ഒന്നുകൂടെ ചാപ്പലിൽ വന്ന് ലിലിയ നടത്തി ഏതാനും കാര്യങ്ങൾ, ഒരു നൈറ്റ് തോട്ട്, രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് ഏതാനും ധ്യാന ചിന്തകളോടെ അച്ഛൻ നമുക്ക് തന്ന് അതുകൊണ്ട് ആ ദിവസത്തെ ധ്യാനം സമാപിപ്പിക്കുന്നതാണ് ഉചിതം. അങ്ങനെ ചെയ്താൽ അസൗകര്യമാകും. 9 ലിലിയ, അതിനുശേഷം അച്ഛൻ 1-2 ധ്യാന ചിന്തകളോടെ നമുക്ക് ദീർഘിക്കത്തില്ല, 5 മിനിറ്റ്സ്, അതിൽ കൂടുതൽ പോകില്ല, ഏതാനും ചിന്തകൾ മാത്രം. ബാക്കിയുള്ള ടൈം ടേബിൾ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകിട്ട് 9 മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് 9 മണിക്ക് നമ്മൾ വീണ്ടും ലിലിയായിക്ക് ചാപ്പലിൽ ഒരുമിച്ച് കൂടും. പ്രാർത്ഥനകൾ ഇവിടെയായിരിക്കും. നമ്മുടെ ബാക്കിയുള്ള പ്രസംഗങ്ങൾ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരിക്കും. 8:45 നമുക്ക് 8 മണിക്കാണ് ഭക്ഷണം. അപ്പോൾ 9 മണി എന്നുള്ളത് 8:45 നമുക്ക് ലിലിയ ചൊല്ലി അവസാനത്തെ ധ്യാന ചിന്തകളോടൊപ്പം ഇന്ന് 8:45 ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ സ്വാഗതം ചെയ്യും. ഇനി മുന്നോട്ട് ഞാൻ യേശു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, എനിക്ക് മോർ കംഫർട്ടബിൾ. ഞാൻ ധ്യാനഗുരു അല്ല, പ്രൊഫഷണൽ ധ്യാന